വെളിപ്പാടുണ്ട്, അനുഭവമുണ്ട്. പൗലോസ് 10-ാം അധ്യായം 1 കൊരിന്ത്യരിൽ പറയുകയാണ്, പ്രാപ്തിക്ക് മീതെ പരീക്ഷ അനുവദിക്കുകയല്ല, പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാക്കും. ഇതേ പൗലോസ് 1 കൊരിന്ത്യരിൽ പറഞ്ഞ അതേ ആളെ അടുത്ത കൊരിന്ത്യ ലേഖനത്തിൽ പറയുകയാണ്, ഞാൻ പ്രാപ്തിക്ക് മീതെ ഭാരപ്പെട്ടു. അപ്പൊ ഇതിലേതാ ശരി? 1 കൊരിന്ത്യരിൽ പറഞ്ഞു പ്രാപ്തിക്ക് മീതെ പരീക്ഷ അനുവദിക്കുകയല്ല, 2 കൊരിന്ത്യരിൽ പറയുകയാണ് പ്രാപ്തിക്ക് മീതെ ഞാൻ ഭാരപ്പെട്ടു. ചോദ്യം, ഇതിലേതാ കറക്റ്റ്? ആദ്യം പറഞ്ഞത് വെളിപ്പാടാ, സഭയോട് പറഞ്ഞ വെളിപ്പാടാ. രണ്ടാമത് പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയെന്ന്. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് പ്രാപ്തിക്ക് മീതെ ഭാരപ്പെട്ടു. അത് അനുഭവമാണ് പറഞ്ഞത്. ആ അനുഭവം ആയിരുന്നോ ശരി? വെളിപ്പാടായിരുന്നോ ശരി? അനുഭവമായിരുന്നു ശരിയെങ്കിൽ അത് എഴുതാൻ പുള്ളി ബാക്കി കാണുകയല്ലോ. വെളിപ്പാടാ ശരി. ആത്മാവിൽ പറയുന്ന വെളിപ്പാടുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ക്ഷീണിച്ച് തളർന്ന് പോകും. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒരു ദൈവദാസന്റെ അഭിഷേകത്തിന്റെ കവറിങ്ങിലാണ് സഭ നിൽക്കുന്നത്. സഭയുടെ പ്രാർത്ഥനയുടെ കവറിങ്ങിലാണ് അഭിഷക്തൻ നിൽക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു സ്റ്റേജിൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ നിന്നാൽ അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. കാരണം പുള്ളി എഴുന്നേറ്റ് വാ തുറന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ 100 വട്ടം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശക്തിയോടെ ആ വിഷയങ്ങൾ അഴിഞ്ഞു പോകാനിടയാകും.